ജി വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിന്റെ ഹൃദയഭാഗമായ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ സ്ഥിതി ചെയ്യുന്ന മഹത്വമേറിയ ഒരു ദൈവിക കേന്ദ്രത്തിലേക്ക് സ്വാഗതം. ചരിത്രവും ഐതിഹ്യവും ആത്മീയതയും ഒന്നായി ചേരുന്ന അത്ഭുത സ്ഥലമാണ് ചക്കംകുളങ്ങര ശിവക്ഷേത്രം. കേരളത്തിലെ എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു മഹാക്ഷേത്രമാണ് ചക്കംകുളങ്ങര ശിവക്ഷേത്രം. 108 ശിവക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്ന ആദംപള്ളിയായി അറിയപ്പെടുന്ന ഈ ക്ഷേത്രം വലിയ ആത്മീയ പ്രാധാന്യമുള്ളതാണ്. ക്ഷേത്രത്തിലെ ശിവലിംഗ പ്രതിഷ്ഠ പരശുരാമനാണ് നടത്തിയതെന്ന് വിശ്വാസമുണ്ട്. അത്യുഗ്രമൂർത്തിയായ പരമശിവനാണ് ഇവിടെ മുഖ്യപ്രതിഷ്ഠ. അതിനൊപ്പം തുല്യ പ്രാധാന്യത്തോടെ പാർവതീ ദേവിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഐതിഹ്യമനുസരിച്ച് പാർവതീ പ്രതിഷ്ഠ പിന്നീട് ചേർത്തതാണെന്ന് പറയപ്പെടുന്നു. ഇവിടെ ഗണപതി, ദക്ഷിണാമൂർത്തി, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ് തുടങ്ങിയ ഉപദേവതകൾക്കും പ്രത്യേക പ്രതിഷ്ഠകളുണ്ട്. കൂടാതെ ക്ഷേത്ര വളപ്പിനുള്ളിൽ തന്നെ നവഗ്രഹ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. ഇത് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. തൃപ്പൂണിത്തുറ മഹാക്ഷേത്രത്തിന്റെ വടക്കുവശത്തായി മഹാക്ഷേത്ര രൂപകൽപ്പനയിൽ പണിതീർത്തതാണ് ഈ ക്ഷേത്രം. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ഏക മഹാശിവക്ഷേത്രമായതിനാൽ എല്ലാ ശനിയാഴ്ചകളിലും നൂറുകണക്കിന് ഭക്തർ ഇവിടെ ദർശനത്തിന് എത്താറുണ്ട്. ഉത്സവ പരിപാടികളിൽ പ്രധാനമായത് കുംഭമാസത്തിലെ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള 8 ദിവസത്തെ ഉത്സവമാണ്. കൊടിയേറ്റത്തോടെ ആരംഭിക്കുന്ന ഈ ഉത്സവത്തിൽ എല്ലാ ദിവസങ്ങളിലും രാവിലെയും സന്ധ്യയ്ക്കും കാഴ്ചശീവേലി എഴുന്നള്ളിപ്പ് നടത്തപ്പെടുന്നു. ആറാട്ട് സാധാരണയായി ശിവരാത്രി ദിവസമാണ് നടക്കുന്നത്. ഈ സമയത്താണ് സമീപത്തുള്ള പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലും ഉത്സവം നടക്കുന്നത്. അവസാന ദിവസം ഇരു ക്ഷേത്രങ്ങളിലെ ദേവന്മാരും ഒരുമിച്ച് ആറാട്ടിൽ പങ്കെടുക്കുന്നത് ഭക്തർക്കൊരു അപൂർവ ദൃശ്യമാകുന്നു. ഇതുകൂടാതെ ധനുമാസത്തിലെ തിരുവാതിരയും ആശ്വിനി മാസത്തിലെ നവരാത്രിയും ഇവിടെ അതിവിശേഷമായി ആഘോഷിക്കപ്പെടുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ക്ഷേത്രം ആത്മീയതയും പാരമ്പര്യവും ഒത്തുചേരുന്ന ഒരു മഹത്തായ ദൈവിക കേന്ദ്രമാണ്. ഒരു പ്രാവശ്യമെങ്കിലും സന്ദർശിക്കേണ്ട ആത്മീയ ശാന്തി നൽകുന്ന ഈ മഹാക്ഷേത്രം ചക്കംകുളങ്ങര ശിവക്ഷേത്രം. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇത്തരം മനോഹരമായ ക്ഷേത്രവിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.